Good morning, students. ഈ പ്ലേലിസ്റ്റ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പേപ്പർ MAT 102 വെക്ടർ കാൽക്കുലസ് ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോംസ് ഈ ഒരു പേപ്പറിലെ ഒന്നാമത്തെ മോഡ്യൂൾ നമ്പർ 1 കാൽക്കുലസ് ഓഫ് വെക്ടർ ഫങ്ഷൻസ്. ഈ മോഡ്യൂളിൽ മുൻ വർഷങ്ങളിലെ KTU ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Find the direction derivatives f of xy is equal to x square minus 3xy plus y square at the point P21 in the direction vector A is equal to 1 by 3i plus 2 by 3j. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഡയറക്ഷൻ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുല എന്താണ്? ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുല del f dot vector A divided by modulus of vector A. ഇതാണ് ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുല. dd ഷോർട്ട് ആയിട്ട് ഡയറക്ഷൻ ഡെറിവേറ്റീവ് dd എഴുതുന്നു. അപ്പോൾ ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുല del f dot vector A divided by modulus of vector A. ആദ്യം നമുക്ക് del f കണ്ടുപിടിക്കണം. del f എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേഡ് f ആണ്. അപ്പോൾ del f നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് del f is equal to എന്താണ്? I dou f by dou x plus j dou f by dou y plus k dou f by dou z. ഇതാണ് del f കാണാനുള്ള ഫോർമുല. നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്? x സ്ക്വയർ മൈനസ് 3xy പ്ലസ് y സ്ക്വയർ ആണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷനെ x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, y വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, z വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം. I dou f by dou x, നമ്മുടെ ഫംഗ്ഷൻ f of xy എന്ന് പറയുന്നത് എന്താണ്? x സ്ക്വയർ മൈനസ് 3xy പ്ലസ് y സ്ക്വയർ ആണ്. അപ്പോൾ dou by dou x of x സ്ക്വയർ മൈനസ് 3xy പ്ലസ് y സ്ക്വയർ പ്ലസ് j into dou by dou y of x സ്ക്വയർ മൈനസ് 3xy പ്ലസ് y സ്ക്വയർ പ്ലസ് k into dou by dou z of x സ്ക്വയർ മൈനസ് 3xy പ്ലസ് y സ്ക്വയർ. ആ ഫംഗ്ഷനെ x വെച്ചും y വെച്ചും z വെച്ചും നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. ദാറ്റ് ഈസ് I dou by dou x of x സ്ക്വയർ മൈനസ് 3xy പ്ലസ് y സ്ക്വയർ. അപ്പൊ ഈ x സ്ക്വയർ മൈനസ് 3xy പ്ലസ് y സ്ക്വയറിനെ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പോ x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2x. മൈനസ് 3xy നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 3y into 1. അപ്പൊ x ന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് y സ്ക്വയർ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴോ 0. അപ്പൊ നമുക്ക് ആദ്യത്തെ ഡിഫറൻസിയേഷനിൽ നമുക്ക് കിട്ടുന്ന എന്താണ്? 2x മൈനസ് 3y പ്ലസ് വെക്ടർ j into dou by dou y of, ഇതിനെ നമ്മൾ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ x സ്ക്വയർ ചെയ്യുമ്പോൾ 0 വരും. മൈനസ് 3xy നെ ചെയ്യുമ്പോൾ മൈനസ് 3x into 1 പ്ലസ് y സ്ക്വയർ ചെയ്യുമ്പോൾ 2y പ്ലസ് k dou by dou z of x സ്ക്വയറിനെ ചെയ്യുമ്പോൾ 0 വരും. മൈനസ് 3xy നെ ചെയ്യുമ്പോൾ വീണ്ടും 0 വരും. y സ്ക്വയറിനെ ചെയ്യുമ്പോൾ എന്ത് വരും? 0. ഇവിടെ നമുക്കില്ല. മൂന്നാമത്തെ കേസിലെ k യുടെ പാർട്ട് നമുക്കില്ല, അതുകൊണ്ട് അത് ഫുൾ ആയിട്ട് 0 ആയി പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ I 2x മൈനസ് 3y, നമുക്ക് കിട്ടിയത് 2x മൈനസ് 3y പ്ലസ് j 2y മൈനസ് 3x എന്നാണ് നമുക്ക് കിട്ടിയത്. del f. ഇനി നമ്മൾ എന്ത് ചെയ്യണം? del f h, നമുക്ക് del f del f at നമ്മുടെ പോയിന്റ് ഏതാണ്? 2 1 എന്നുള്ള പോയിന്റ്. 2 1 എന്ന പോയിന്റ് ആയതുകൊണ്ട് നമ്മൾ I into x ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് വരും? 2 into 2 മൈനസ് y യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം, 3. then പ്ലസ് j into ഇവിടെ y യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. അപ്പൊ 2 into 1 മൈനസ് 3 into 2. അത് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? വെക്ടർ I into 4 മൈനസ് 3 1 പ്ലസ് j ഇതിൽ 2 മൈനസ് 6 മൈനസ്. അപ്പൊ നമുക്ക് del f at 2 1 നമുക്ക് കിട്ടുന്ന സംഭവം എന്താണ്?
I minus 4. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഡെറിവേറ്റീവ് കാണാനുള്ള ആദ്യത്തെ ഒരു പാർട്ട് കിട്ടി. del f at 2 1 എന്ന് പറഞ്ഞാൽ എന്താണ്? I minus 4 ചെയ്തിട്ട് I minus 4 ചെയ്തു. അടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ. ഈ വെക്ടർ എ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. അതിന് വെക്ടർ എ നമുക്ക് തന്നിട്ടുണ്ട്. വെക്ടർ എ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് യൂണിറ്റ് വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. വെക്ടർ എ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3i പ്ലസ് 2/3j ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ എന്താണ്? 1/3 സ്ക്വയർ. 1/3 സ്ക്വയർ എത്രയാണ്? 1/9 പ്ലസ് 2/3 സ്ക്വയർ എത്രയാണ്? 4/9. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/3i പ്ലസ് 2/3j ഡിവൈഡഡ് ബൈ ഇവിടെ 4 5 റൂട്ട് ഓഫ് 5/9 റൂട്ട് 3 റൂട്ട് 5/3. അപ്പൊ നമുക്ക് del f at 2 1 കിട്ടി. വെക്ടർ എ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ കിട്ടി. ഇനി നമുക്ക് എന്ത് എഴുതാം? ഡയറക്ഷൻ ഡെറിവേറ്റീവ് എഴുതാം. Then we can write the direction derivative. Therefore, direction derivative dd. Short ആയിട്ട് നമ്മൾ എഴുതുന്നത് dd എന്നാണ്. Direction derivative is equal to del f dot vector a divided by modulus of vector a. അതിലെ vector a del f എന്ന് പറഞ്ഞാൽ എന്താണ്? I minus 4j divided by I 4j dot vector a divided by modulus of vector a എത്രയാണ്? 1/3i plus 2/3j divided by root 5/3. ഈ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നോക്കാം. ഇവിടെ ഐയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. ഐയുടെ കോഎഫിഷ്യന്റ് 1/3 ആണ്. അപ്പൊ നമുക്ക് ആദ്യം കിട്ടുന്ന വാല്യൂ എത്രയാണ്? 1/3. ജെയുടെ കേസിൽ എത്രയാണ്? -4 into 2/3. അപ്പൊ -4 minus 8 ഡിവൈഡഡ് ബൈ താഴെ നമുക്ക് എന്തുണ്ട്? റൂട്ട് 5/3. ഈ മോഡൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1 minus 8 minus 7/3 ഡിവൈഡഡ് ബൈ താഴെ എന്ത് കിട്ടും? റൂട്ട് 5/3. ഈ 3 3 നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ഡയറക്ഷൻ ഡെറിവേറ്റീവ് നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? -7/√5. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ വിൽ ബി -7/√5 എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ. അപ്പോൾ ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണാനായിട്ടുള്ള ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണേണ്ടത്? del f dot vector a divided by modulus of vector a. del f dot vector a divided by modulus of vector a. ഇവിടെ യൂണിറ്റ് വെക്ടർ തന്നിട്ടില്ല. ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ആ തന്നിരിക്കുന്ന വെക്ടറിനെ അതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ് വെക്ടർ. ആ del f ഉം ഈ യൂണിറ്റ് വെക്ടറും നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്നതാണ് ഡയറക്ഷൻ ഡെറിവേറ്റീവ്. ഡയറക്ഷൻ ഡെറിവേറ്റീവ് del f കാണാനുള്ള ഫോർമുല എന്താണ്? I dou f by dou x plus j dou f by dou y plus k dou f by dou z. നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തില് എക്സും വൈ 2 സ്പേസ് ആണ് തന്നിരിക്കുന്നത്. എക്സും വൈ ഉള്ളൂ. അതുകൊണ്ട് I dou f by dou x plus j dou f by dou y. ഇവിടെ z പാർട്ട് ഇല്ല. ഐയുടെയും ജെയുടെയും പാർട്ട് ഉള്ളൂ. അപ്പൊ നമ്മുടെ ഫോർമുല I dou f by dou x plus j dou f by dou y. dou z എടുത്താൽ അവിടെ നമുക്ക് 0 ആണ് കിട്ടുന്നത്. അതിനുശേഷം del f കണ്ടതിന് ശേഷം ആ del f ആ പോയിന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഒരു പോയിന്റ് അങ്ങനെ പർട്ടിക്കുലർ പോയിന്റ് 2 1 del f കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ആ എക്സിന് വൈക്ക് നമ്മൾ del f ലുള്ള എക്സിന് വൈക്ക് നമ്മൾ 2 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് del f at p21 എത്ര കിട്ടുന്നത്? I minus 4j കിട്ടും. അതിനുശേഷം നമുക്ക് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു വെക്ടർ തന്നിട്ടുണ്ട്. വെക്ടർ എ തന്നിട്ടുണ്ട്. ആ വെക്ടർ എനെ അതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വെക്ടർ എ എന്താണ് തന്നിരിക്കുന്നത്? വെക്ടർ എ is equal to 1/3i plus 2/3j എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3i plus 2/3j യുടെ മോഡുലസ്. xi plus yj എന്നൊരു വെക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ മോഡുലസ് എന്താണ്? റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? റൂട്ട് ഓഫ് 1/3 ഹോൾ സ്ക്വയർ പ്ലസ് 2/3 ദ ഹോൾ സ്ക്വയർ. അപ്പൊ അങ്ങനെ നമുക്ക് അതിന്റെ വെക്ടർ എ മോഡുലസ് ഓഫ് വെക്ടർ എ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 5/3 കിട്ടും. ഇപ്പൊ വെക്ടർ എനെ മോഡുലസ് ഓഫ് വെക്ടർ എ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതിനുശേഷം ഈ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച del f ഉം ഈ വെക്ടർ എ ഡിവൈഡ് മോഡുലസ് ഓഫ് വെക്ടർ എ തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ del f കിട്ടിയിരിക്കുന്നത് I minus 4j എന്നാണ്. വെക്ടർ എ ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3i plus 2/3j by root 5/3 ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഐയുടെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക.
ഐ ഡോട്ട് ഐ 1 ആണ്, ജെ ഡോട്ട് ജെ 1 ആണ്, ഐ ഡോട്ട് ജെ ആണെങ്കിലോ 0 ആണ് അല്ലെ, ജെ ഡോട്ട് ഐ 0 ആണ്. അപ്പോ ഐ ഡോട്ട് ഐ മാത്രമേ നമുക്ക് വാല്യൂ കിട്ടുള്ളൂ, ജെ ഡോട്ട് ജെ വാല്യൂ കിട്ടും, ജെ ഡോട്ട് ജെ വാല്യൂ കിട്ടും, ഐ ഡോട്ട് ജെ ആണെങ്കിൽ 0 കിട്ടും. അപ്പൊ നമുക്ക് ഐ മൈനസ് 4 ജെ ഡോട്ട് 1/3 ഐ പ്ലസ് 2/3 ജെ ഡോട്ട് എടുക്കുമ്പോൾ ഈ ഐയുടെ കോയിഫിഷ്യന്റും ഈ ഐയുടെ കോയിഫിഷ്യന്റും ഗുണിക്കാം. അപ്പൊ 1 × 1/3 1/3. ഇവിടെ ഈ ജെയുടെ കോയിഫിഷ്യന്റ് -4 ആണ്, ഈ ജെയുടെ കോയിഫിഷ്യന്റ് 2/3 ആണ്. -4 × 2 -8/3 ഡിവൈഡഡ് ബൈ √5/3. ഇനി നമ്മൾ ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -7/3 കിട്ടും, ഡിനോമിനേറ്റർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √5/3 കിട്ടും. ഈ 3 3 നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഡയറക്റ്റ് ഡെറിവേഷൻ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? -7/√5. ഇത് ഏത് വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്? ജൂൺ 2022 ജൂൺ 2022 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ജൂൺ 2022 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച ഒരു പ്രോബ്ലം ആണ്. നോട്ട് ചെയ്തോളൂ കേട്ടോ. ജൂൺ 2022 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തു. ഓക്കെ.